എന്നതാ കാര്യം? ഞാൻ ഇല്ലാത്ത നേരത്ത് നിന്റെ മോനും യവനും കൂടെ എന്റെ ഫ്ലാറ്റിൽ ഇരുന്ന് സിഗരറ്റ് വലി. സിഗരറ്റോ? ആരെയിരിക്കുന്ന അവിടുന്ന് എടുത്തത്? വന്നിരിയടാ. എന്താ അങ്കിൾ? അവന്റെ ചുണ്ടിരിക്കുന്ന നോക്ക അയില വറുത്തു വെച്ച പോലെ. ഓ, ഇത് കൊഞ്ച് പൊരിച്ചു വെച്ചേക്കുന്നു. അതങ്ങനെ തന്തേടാണ്ടല്ലേ മോൻ പഠിക്കുന്നത്? ദേ ചുമ്മാ അനാവശ്യം പറയരുത്. ഉള്ള പറയല്ലേ, എന്റെ മോനെ ഞാൻ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ വളർത്തുന്നത്. ആ സ്വഭാവം അവനുണ്ട്. 17 ബിയിലെ രമ പറഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞ ഈ കോഴിക്കുഞ്ഞിന്റെ ഒരു കുറുകലെന്ന് അവിടെ. രമയുടെ അവിടെ എന്താ ഇടപാട്? ഇത് കഴിഞ്ഞ് അവിടെയും കൂടെ പോവാം. ഇവനാ പറഞ്ഞ വട്ടത്തിൽ പുക വിടണമെന്ന്. വിടണാടാ, വട്ടത്തിൽ വിടണ. എന്നിട്ട് വട്ടത്തിൽ എന്നെ ഉണ്ടാകാനില്ലേ? ഒന്നെങ്കിൽ താരി ഫ്ലാറ്റിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം. രമേശിന്റെ അടുത്ത് പറഞ്ഞാൽ നല്ലൊരു ഫ്ലാറ്റ് നോക്കി തരാം നിനക്ക്. എടോ പന്ന പുരുഷോത്തമ, ഇവന്മാരുടെ ഭാവി എന്താവും? നമുക്ക് ഇവന്മാരെ ജർമ്മനിക്ക് വിടാം. എന്തിന് ഇനി വട്ടത്തിൽ നിന്ന് നീളത്തി വിടാനാ? അല്ലടോ, ജർമ്മൻ ലാംഗ്വേജ് പോലും പഠിക്കാതെ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ? എടാ അതിനല്ലേ ബെർലിനർ ഓവർസീസ് 100% ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാമാ. അടുത്ത ഇന്ത്യക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സംഭവം ശരിയാ, പക്ഷെ എന്റെ മോനെ ജർമ്മനിക്ക് വിടുവാണെങ്കിൽ തന്റെ മോനെ വിടാൻ പറ്റൂല. എന്താ ജർമ്മനിക്ക് പനി വരുമോ? നീ കുറെ നാളായില്ലേ എന്റെ മോനെ പറ്റി വേണ്ടാനും പറഞ്ഞില്ലേ? എന്റെ മോൻ അത്ര മോശമൊന്നുമല്ല. അച്ഛാ, വിങ്ങും നെഞ്ചുടുക്കിൽ എന്റെ മോനെ അരയിന്ന് തീർച്ച കെട്ട് വലിച്ചിട്ട് താരി കാര്യം ചെയ്യും. താ അവനെ കൊല്ലേ, ഞാൻ എനിക്കൊണ്ട് അവനെ കൊല്ലാം. എന്നിട്ട് നമുക്ക് ജർമ്മനിക്ക് പോവാം. ഓ പുരുഷോ, കൂൾ കൂൾ കൂൾ. കൂളൊന്നും എന്റെ കയ്യിലില്ല. അയ്യോ അതല്ല, സമാധാനിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് പാടാ. അവന് ഭ്രാന്തം കണ്ടു.